നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം. ജില്ലാ സ്റ്റേഡിയം എന്നും നേരത്തെ കെ നായർ സ്റ്റേഡിയം എന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പേരെന്നുള്ളത് അറിയത്തില്ല. ഈ സ്റ്റേഡിയത്തിൻ്റെ പണികൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 99% കഴിഞ്ഞതാണ്. 99% എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പണികൾ, മറ്റ് സ്വിമ്മിംഗ് പൂളും മറ്റ് പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ സ്റ്റേഡിയം ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അതിൻ്റെ ടെക്നോളജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കി സിന്തറ്റിക് ട്രാക്ക് മാത്രം ഇടുന്നതിന് മുമ്പായിട്ടാണ് LDF മാറി UDF വരുന്നത്. അപ്പോൾ ഇതിൽ ഡിലേ ചെയ്യേണ്ടുന്ന സാങ്കേതികത്വമാണ് UDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിലേ ചെയ്തിട്ട് വളരെയേറെ കാലം കഴിഞ്ഞ് പിന്നീട് UDFകാരുടെ പുതിയ ഒരു ഉദ്ഘാടനം, അവരുടെ സംഭാവനയാണെന്ന് കാണിക്കാൻ വേണ്ടി പുതിയ ഒരു ഉദ്ഘാടനം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി മാത്രം പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട, പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്റ്റേഡിയം ഇത്രയേറെ ഡിലേ ചെയ്യുന്നത്, ഇത്രയേറെ കാലതാമസം ഉണ്ടാക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ഇവിടെ 1996 മുതൽ, അതായത് സ്റ്റേഡിയം ഉണ്ടായ കാലം മുതൽ ഈ സ്റ്റേഡിയത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. അതായത് എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ വാർദ്ധക്യത്തിൽ, എൻ്റെ 26ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ 58ാമത്തെ വയസ്സ് വരെ ഇത്രയും കാലം ഈ സ്റ്റേഡിയത്തിൽ ഓടാനും നടക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കിത് പറയാനുള്ള അവകാശമുണ്ട്. എനിക്ക് ഇവിടുന്ന് ഒട്ടേറെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്റ്റേഡിയം 6-7 മാസം ഡിലേ ചെയ്യിപ്പിച്ചു. സിന്തറ്റിക് ട്രാക്കൊക്കെ ഇട്ടു, വരയൊക്കെ വരച്ചു, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കത്തില്ല. അത് മുഴുവൻ പണിയും കഴിഞ്ഞ് വലിയ ആർഭാടപൂർവ്വം അവരുടെ സംഭാവനയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുൽസിത ശ്രമമാണ്. നമുക്കറിയാം, കോന്നി മെഡിക്കൽ കോളേജ് അടൂർ പ്രകാശിൻ്റെ കാലത്ത്, അതായത് UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായ മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി LDF കാണിച്ച അതേ തന്ത്രമാണ് UDFും കാണിക്കുന്നത്. പക്ഷേ ഈ തന്ത്രങ്ങളെല്ലാം നമുക്കാണ് ദോഷം, പൊതുജനത്തിനാണ് ദോഷം. ഞാൻ LDFും അല്ല, UDFും അല്ല, NDAയും അല്ല. ഞാൻ ഒരു RSS സ്വയംസേവനാണ്. അത് സമ്മതിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനോ സാംസ്കാരിക നായകനോ അല്ല. പക്ഷേ ഇത് വളരെ മോശപ്പെട്ട നടപടിയാണ്. ഇവിടെ പൊതുജനങ്ങൾക്ക് ഈ സിന്തറ്റിക് ട്രാക്കൊക്കെ ഇട്ട് തുറന്നു കൊടുത്ത് അവർക്ക് നടക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതായിരുന്നു. 99% പണിയും കഴിഞ്ഞ ഈ സ്റ്റേഡിയം ഇത്രയും കാലം ഡിലേ ചെയ്യിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളത് പൊതുജനം മനസ്സിലാക്കണം. ഇവരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ചുറ്റുപണികളൊക്കെ വളരെയേറെ നടക്കുന്നുണ്ട്. പക്ഷേ ചുറ്റുപണികൾ നടക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൽ ആൾക്കാർക്ക് നടക്കുന്നതിനും ഓടുന്നതിനും ഒന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ അത് തുറന്നു കൊടുക്കത്തില്ല. തുറന്നു കൊടുക്കാത്തത് ഇത് ഇവിടെ എല്ലാം പല കൺസ്ട്രക്ഷൻസും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുതിയൊരു ഉദ്ഘാടന മാമാങ്കം, അതാണ് UDF ഉദ്ദേശിക്കുന്നത്. അതിന് ഇനിയും വളരെയേറെ കാലതാമസം എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പൊതുജനം ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഇത് നമ്മുടെ സമയമാണ് അവർ കളയുന്നത്. നമ്മുടെ നികുതി പണത്തിൽ നിന്നുള്ള പണമെടുത്ത് നമുക്കുള്ള സേവനങ്ങൾ കാലതാമസം ഉണ്ടാക്കുകയാണ്. നന്ദി, നമസ്കാരം.